ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ പൊറോസിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണല്ലേ ഹെയർ പൊറോസിറ്റി എന്താണ്, അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ടൈമിൽ എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ഹെയർ പൊറോസിറ്റി ഏതാണ് എന്ന്. അപ്പോൾ എൻ്റെത് ഏകദേശം മീഡിയം ടു ഹൈ പൊറോസിറ്റി ആണ് എൻ്റെത്. അപ്പോൾ ഞാൻ കുട്ടിക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഓരോരുത്തർക്കും നമ്മുടെ ഹെയർ പൊറോസിറ്റി എന്താണെന്നും അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും നല്ല ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇവിടെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വോയിസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമ്മൾ ഹെയർ പൊറോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഈ ഹെയർ പൊറോസിറ്റി 3 ടൈപ്പാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഹൈ പൊറോസിറ്റിയും, 2 ലോ പൊറോസിറ്റിയും, പിന്നെ മീഡിയം പൊറോസിറ്റിയുമാണുള്ളത്. അപ്പോൾ നമുക്കിത് 2 മെത്തേഡിലാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. നമുക്ക് ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുപ്പി ഗ്ലാസ് ആയിരിക്കണം കേട്ടോ. നമുക്ക് പുറമേ കാണാൻ പറ്റണം നമ്മുടെ ഹെയർ നിൽക്കുന്ന ആ ഒരു രീതി. അതായത് അതിൽ നിറയെ വെള്ളം എടുക്കുക, അതിലേക്ക് നമ്മുടെ 1-2 ഹെയർ നമ്മൾ അതിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് 5 തൊട്ട് 15 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം നമ്മുടെ ഹെയർ അതിന്റെ മോൾ ഭാഗത്തായിട്ടാണോ നിൽക്കുന്നത്, നടുഭാഗത്തായിട്ടാണോ നിൽക്കുന്നത്, അതോ ഗ്ലാസിന്റെ ഏറ്റവും അടിത്തട്ടിലാണോ നിൽക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ ഹെയറും ഗ്ലാസിന്റെ മുകളിലാണ് ഹെയർ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലോ പൊറോസിറ്റി ആണ്. പിന്നെ ഗ്ലാസിന്റെ നടുഭാഗത്തായിട്ടാണ് നമ്മുടെ ഹെയർ വന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മീഡിയം പൊറോസിറ്റി ആണ്. അതേപോലെ തന്നെ ഗ്ലാസിന്റെ ഏറ്റവും അടിയിലാണ് നമ്മുടെ ഹെയർ വന്നിട്ടുള്ളതെങ്കിൽ അത് ഹൈ പൊറോസിറ്റി ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ പൊറോസിറ്റി കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു മാർഗവും കൂടെ ഉണ്ട് നമ്മുടെ ഹെയർ പൊറോസിറ്റി കണ്ടുപിടിക്കാനായിട്ട്. ഇത് അത്ര കണ്ട് എല്ലാവർക്കും സ്യൂട്ട് ആകുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ ഹെയർ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നല്ലൊരു സിൽക്കി ടെക്സ്ചർ, ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ സ്മൂത്ത് നല്ല ഗ്ലേസിംഗ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ലോ പൊറോസിറ്റിയും. അതേപോലെ തന്നെ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ മിക്സഡ് ടൈപ്പ്, അതായത് ഗ്ലേസിങ്ങും ഒരു ചെറിയ ഡ്രൈനെസ്സും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മീഡിയം പൊറോസിറ്റിയും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് ഹൈ പൊറോസിറ്റിയും ആണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് നമ്മുടെ ഹെയർ പൊറോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹെയർ പൊറോസിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മൾ ഹെയറിൽ ഓരോ പ്രൊഡക്റ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ പാക്കുകൾ, ഓയിൽ, അതുപോലെ തന്നെ ഹെയർ ക്രീംസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുടിയിൽ എത്രത്തോളം ഇതെല്ലാം അബ്സോർബ് ചെയ്തെടുക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്താലേ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ പൊറോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലോ പൊറോസിറ്റി ഹെയർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഗ്ലാസിന്റെ മുകളിൽ വന്ന് നിൽക്കുന്ന ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹെയറിനൊരു പ്രത്യേകതയുണ്ട്. ആ ഹെയറിന് കൂടുതൽ ഹൈഡ്രേഷൻ ആണ് ആവശ്യം. ആ ഹെയറിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യത്തില്ല, മനസ്സിലായോ? അപ്പം നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ, അതായത് ലോ പൊറോസിറ്റി ഹെയറിന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഹോട്ട് ഓയിൽ, അതായത് ഓയിൽ നമ്മൾ ചെറിയതായിട്ടൊന്ന് ചൂടാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓയിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്തോളും. അല്ലാതെ ഓയിൽ ഇത് പെട്ടെന്ന് നമ്മുടെ ലോ പൊറോസിറ്റി ഹെയർ അബ്സോർബ് ചെയ്യത്തില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലോ പൊറോസിറ്റി ഹെയറിന് കൂടുതൽ ഹൈഡ്രേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പാക്കുകളെല്ലാം കൂടുതൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. ഒട്ടും തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഒരിക്കലും നമ്മൾ ലോ പൊറോസിറ്റിയിൽ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ലോ പൊറോസിറ്റി ഹെയറിന് നമ്മൾ എപ്പോഴും ഹോട്ട് ഓയിൽ കൊടുക്കുക. അതായത് വീക്കിലി വൺസ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഓയിൽ ഹോട്ടാക്കി, അതായത് ഓയിൽ ചൂടാക്കി നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ മുടിയിൽ ഓയിൽ കൂടുതൽ അബ്സോർബ് ചെയ്തെടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഹെയർ പാക്കുകൾ, അതായത് ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ലോ പൊറോസിറ്റി ഹെയറിന് കൂടുതൽ ഹൈഡ്രേഷൻ ആവശ്യമാണ്. അപ്പോൾ ഹൈഡ്രേഷൻ കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള ഹെയർ പാക്കുകൾ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൂടുതലൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയം പൊറോസിറ്റി ഹെയർ ആണ്. അതായത് നമ്മുടെ ഗ്ലാസിന്റെ നടുക്ക് വന്ന് നമ്മുടെ ഹെയർ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഹെയർ മീഡിയം പൊറോസിറ്റി ആണ്. അപ്പോൾ മീഡിയം പൊറോസിറ്റി ഹെയർ ആണെങ്കിൽ നിങ്ങൾ ശരിക്കും ഭാഗ്യം ചെയ്തവരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മീഡിയം പൊറോസിറ്റി ഹെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പാക്കുകൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഏത് പാക്കുകൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഏത് ഷാമ്പൂ, കണ്ടീഷണർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമൽ ആയിട്ടുള്ള എല്ലാം നമുക്ക് നമ്മുടെ ഈ മീഡിയം പൊറോസിറ്റി ഹെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ മീഡിയം പൊറോസിറ്റി ഹെയർ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഷാമ്പൂ, നോർമൽ കണ്ടീഷണർ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ തിക്കായിട്ടുള്ള പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടോ, അതായത് നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടോ, കൂടുതൽ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടോ ഒന്നും ഈ മീഡിയം പൊറോസിറ്റി ഹെയറിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ
മീഡിയം പൊറോസിറ്റി ഹെയർ വലിയ കുഴപ്പമില്ല, അതിനെ മാനേജ് ചെയ്തിട്ടത് നമ്മൾ നോർമൽ രീതി തന്നെയാണ്. ഇനി നമ്മുടെ ഹൈ പൊറോസിറ്റി ഹെയർ ആണെന്ന് നമ്മൾ എങ്ങനെ അറിയുക? ഗ്ലാസിന്റെ ഏറ്റവും അടിത്തട്ടി വന്ന് നമ്മുടെ ഹെയർ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഹൈ പൊറോസിറ്റി ഹെയർ ആണ്. ഹൈ പൊറോസിറ്റി ഹെയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഓയിലും ഹൈഡ്രേഷനും നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ ഹൈ പൊറോസിറ്റി ഹെയർ. അതായത് അത്യാവശ്യം കാണാൻ നല്ല രീതിയിൽ ഡ്രൈ ആയിരിക്കും, പക്ഷെ നല്ല രീതിയിൽ ഹെയറിൽ ഓയിൽ അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ ഹൈഡ്രേഷനും വലിച്ചെടുക്കുന്ന ഒരു പ്രത്യേകതരം ഹെയർ ടൈപ്പാണ് ഹൈ പൊറോസിറ്റി ഹെയർ. ഇനി ഹൈ പൊറോസിറ്റി ഹെയറിനെ നമുക്ക് എങ്ങനെ കെയർ ചെയ്യാമെന്ന് നോക്കാം. ഹൈ പൊറോസിറ്റി ഹെയറിനെ നല്ല രീതിയിൽ കെയർ ചെയ്തെങ്കിലേ അത് മാനേജബിൾ ആയിട്ട് ഇരിക്കും കേട്ടോ. ഞാനത് എൻ്റെ ഏകദേശം ഹൈ പൊറോസിറ്റി, മീഡിയം ടു ഹൈ പൊറോസിറ്റി ഹെയർ ആണ്. അപ്പോൾ നല്ല രീതിയിൽ ഓയിലും നല്ല രീതിയിൽ ഹൈഡ്രേഷനും വലിച്ചെടുക്കുന്ന ഹെയർ ടൈപ്പാണ്. അതുകൊണ്ട് ഈ ഹെയർ ടൈപ്പിന് എത്ര ഓയിൽ ഇട്ട് കൊടുത്താലും എത്ര നമ്മൾ ഹൈഡ്രേറ്റഡ് ആക്കി വെച്ചാലും ഒരു കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈയും ഫ്രിസിയും ആയി പോകും. അതുകൊണ്ട് നമ്മുടെ ഹെയറിന് എത്ര ഓയിൽ ആവശ്യമുണ്ട്, നമ്മുടെ ഹെയർ എത്രത്തോളം ഹൈഡ്രേഷൻ ആവശ്യമുണ്ട് എന്ന് നമ്മൾ നോക്കി കണ്ടു വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ നമ്മുടെ ഹെയറിന് പ്രോട്ടീൻ ക്രീംസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹൈ പൊറോസിറ്റി ഹെയറിന് പ്രോട്ടീൻ അത്യാവശ്യമാണ്, അതായത് അതൊന്ന് മാനേജബിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഹൈ പൊറോസിറ്റി ഹെയറിന് കൂടുതൽ ഹൈഡ്രേഷനും ആവശ്യമാണ്, കൂടുതൽ മോയ്സ്ചറൈസേഷനും ആവശ്യമാണ്. ലിവിംഗ് കണ്ടീഷണർ നമ്മൾ ആഫ്റ്റർ ഹെയർ വാഷിന് ശേഷം യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആണ്. ഈ ഹൈ പൊറോസിറ്റി ഹെയറിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഹൈ പൊറോസിറ്റി ഹെയറിന് കൂടുതൽ മോയ്സ്ചറൈസേഷനും കൂടുതൽ ഹൈഡ്രേഷനും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഹെയറിൽ കൂടുതൽ മോയ്സ്ചറും കൂടുതൽ ഹൈഡ്രേഷനും നിലനിർത്തുന്ന തരത്തിലുള്ള ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആഫ്റ്റർ നമ്മുടെ ഹെയർ വാഷിന് ശേഷം നമ്മൾ ലിവിംഗ് കണ്ടീഷണർ നന്നായിട്ട് ഉപയോഗിക്കുക. ലിവിംഗ് കണ്ടീഷണർ നമ്മുടെ ഹെയർ ടൈപ്പിന് ചേരുന്ന ലിവിംഗ് കണ്ടീഷണറുകൾ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർ ലിവിംഗ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഹെയർ പൊറോസിറ്റിയുടെ പ്രാധാന്യം എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഹെയർ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി വേണമല്ലോ നമ്മൾ ഓരോ പാക്കുകളും ഓയിലുകളും ആണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ നമ്മുടെ ഹെയർ ടൈപ്പ് അറിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന പാക്കുകളും ഓയിലും ഒക്കെ അനുസരിച്ച്, ഓയിലിംഗ് മെത്തേഡും അനുസരിച്ചിരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഹെയർ പൊറോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക. ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മുടി, നമ്മുടെ ഹെയറിൽ നിന്നും ഒരു മുടി എടുക്കുക. അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സൈഡിൽ ആ ഗ്ലാസ്സിലൊന്നും പറ്റി പിടിച്ചിരിക്കരുത്, ഗ്ലാസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കരുത്. അതെല്ലാം നമ്മൾ വെള്ളത്തിലോട്ടൊന്ന് ആക്കി കൊടുക്കുക. അതായത് സൈഡിൽ ഗ്ലാസ്സിലൊന്നും പറ്റി പിടിച്ചിരിക്കാതെ അത് ആ വെള്ളത്തിനുള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 5 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം കണ്ടൊരു റിസൾട്ടാണിത്. അപ്പോൾ എൻ്റെ ഹെയർ പൊറോസിറ്റി ഏതാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? മീഡിയം ടു ഹൈ ആണ് എൻ്റെ ഹെയർ ഈ പൊറോസിറ്റി. ഒരു അറിവ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.